ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ ഓണം പൊന്നോണം സീരീസ്. അപ്പം എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ലാസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും ഇതെന്ന്. അപ്പം നമുക്ക് ഇന്നത്തെ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ ഓണത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാംസിനും ബ്ലൗസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം. ബാക്കിലെ ബ്ലൗസാണ് ഞാൻ മെയിനായിട്ട് ബ്ലൗസിൻ്റെ ബാക്കാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ ബ്ലൗസ് ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല കേട്ടോ, കല്യാണത്തിനായാലും അല്ലാതെ നമുക്കായാലും ഈ ഡിസൈൻസൊക്കെ പറ്റും. അപ്പം നമുക്ക് ഓരോ ബ്ലൗസായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഡിസൈൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാം. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാൽ ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ബ്ലൗസ്. ആക്ച്വലി ഇത് ഞാൻ എന്താ പറയുക, ഓണത്തിന് എന്നല്ല, വേറൊരു ഓണം ഈ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് വേണ്ടി തയ്പ്പിച്ചതാണ്. ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ ഇട്ടാലും നന്നായിട്ട് ചേർന്ന് പോകും. പിന്നെ സെറ്റ് സാരിക്ക് ഏത് കളർ ബ്ലൗസും നന്നായിട്ട് സ്യൂട്ട് ആവുമല്ലോ. അപ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ ആൻഡ് ഗോൾഡൻ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്, ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു ഡയമണ്ടാണ്. ബാക്കിലാണ് നമുക്കിതിൻ്റെ വന്നത്. ബാക്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ടൈ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. ടൈ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ചെയ്യുക അങ്ങനത്തെ. അപ്പം ഞാനിത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 3 ഇതുപോലെ ഹുക്കല്ലല്ലോ, ഈ മറ്റേ ഈ സാധനം വെച്ചിട്ട് 3 മൊത്തത്തിൽ 6 വെച്ചിട്ട് ഈ ടൈ വെച്ചുള്ളൂ, കയർ വെച്ചുള്ളൂ. ബാക്കി അതുപോലെ തന്നെ ഒരു റൗണ്ടല്ല, ഒരു യു ഷേപ്പിലൊരു റൗണ്ടും വെച്ച്, ഒരു യു ഷേപ്പിലൊരു ഗ്യാപ്പും വെച്ച്, അതിന് ശേഷം ബട്ടൺസ് കൊടുത്തു. ഇതിപ്പം എനിക്ക് ഭയങ്കര ചുമയാണ്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടും മാറിയിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചുമയുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വലിയ ബ്രോഡ് വട്ടം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ബട്ടൺസിൻ്റെ എണ്ണം കുറവായിരിക്കും. ഞാനൊരു 1 2 3 4 5 വെച്ചു കേട്ടോ, കാരണം എനിക്ക് അത്ര വലിയ വട്ടം വേണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രിൻസസ് കട്ട് തന്നെയാണ്. പ്രിൻസസ് കട്ടിൽ ബാക്ക് ഓപ്പൺ, കൈ 3/4 സ്ലീവാണ് കൊടുത്തേക്കുന്നത്. ഞാൻ മാക്സിമം എന്നല്ല, ഒരു 99.99999 3/4 കൈയാണ് കൊടുക്കാറ്, അല്ലെങ്കിൽ സ്ലീവ്ലെസ്. ഷോർട്ട് കൈ ഇല്ല, എൻ്റെ ഒരു ബ്ലൗസിലും ഷോർട്ട് കൈ ഇല്ല കേട്ടോ. ഷോർട്ട് കൈ ഞാൻ കൊടുക്കാറില്ല. എനിക്ക് കൈക്ക് ഭയങ്കര നീളമുള്ളതുകൊണ്ട് ഷോർട്ട് കൈ ഇടുമ്പോൾ ഒന്നുകൂടെ നീളം കൂടുമോ എന്നുള്ളൊരു ഡൗട്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇത് നമുക്ക് പ്രിൻസസ് കട്ടിൽ, ഇത് ഞാൻ കുറച്ച് ലെങ്ത്തും വെച്ചു കേട്ടോ. നമ്മുടെ സാധാ ബ്ലൗസിനെ കാട്ടി വേണമെങ്കിൽ നമ്മൾക്കിതൊരു ഗോൾഡൻ ക്രീം സ്കേർട്ടിൻ്റെ കൂടെയും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ബ്ലൗസ്. ഇതിൻ്റെ തുമ്പത്ത് ഞാൻ നമ്മുടെ ഇതുകൊണ്ട് തന്നെ ഒരു ചെണ്ട് കൊടുത്തു. സെപ്പറേറ്റ് വേറെ ചെണ്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ കാണാം. സെക്കൻഡ് വണ്ണും ഇതേപോലെ ടൈ ഉള്ള കംപ്ലീറ്റ്ലി വി ആട്ടോ. ഫ്രണ്ടും വി കഴുത്താണ്, ബാക്കും വി കഴുത്താണ്. എന്നിട്ട് ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ലൂപ്പ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് ലൂപ്പ് കൊടുത്തു. ഇതും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബട്ടൺസിൻ്റെ എണ്ണം കുറയ്ക്കുമ്പോൾ ഇത് താഴോട്ട് പോകുന്നു. ഒരു ബട്ടണൊക്കെ താഴെ വെക്കുന്നവരുണ്ട്, പിന്നെ ഇത് സ്ക്വയറായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യാം. അപ്പം ഞാൻ ഇത് ഫ്രണ്ടിൽ വി വെച്ചുകൊണ്ട് ബാക്കിലും വി ആക്കാമെന്ന് ഓർത്തു. ഇപ്പം ഇത് സ്ക്വയറായിട്ടും ട്രെൻഡിങ് വരുന്നുണ്ട്. പക്ഷെ പണ്ട് മുതലേ ഉള്ളതാണ് ഈ വി, ഇപ്പോൾ വീണ്ടും റീട്രെൻഡിങ് ആയതാണ്. പക്ഷെ സ്ക്വയർ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ടൈ ഇങ്ങനെ കൊടുക്കാം. ജസ്റ്റ് ലൂപ്പ് അപ്പുറത്തേക്കും ക്രോസ് ആക്കി. പിന്നെ ബട്ടൺസാണ്. ഇതും ഞാൻ പറഞ്ഞല്ലോ 3/4 തന്നെയാണ് കൈ. ഇതിന് കുറച്ചുകൂടെ കസവ് കുറച്ചുകൂടെ ലെങ്ത്ത് കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസസ് കട്ടാണ്. നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ടൊരു കുഞ്ഞി പോർഷൻ കസവ് കൊടുത്തിട്ടുണ്ട്. അത് ഈ കൈക്ക് കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടായിരുന്നു. കൈയുടെ കസവിന് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും വലിപ്പം വേണ്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിങ്ങനെ ഫ്രണ്ടിലായിട്ട് കൊടുക്കാം. ഇതിനും ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ലെങ്ത്ത് വെച്ചിട്ടാണ് തയ്പ്പിച്ചത്. അങ്ങനെ ഈ ഡിസൈനും ഉണ്ട്, വി കഴുത്തുമാണ്. നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഞാൻ എപ്പോഴും പക്ഷേ ഞാൻ അധികം സ്കേർട്ട് ടോപ്പ് യൂസ് ചെയ്യാറില്ല. എങ്കിൽ പോലും എനിക്കിതുപോലെ ഇഷ്ടപ്പെടുന്ന ബ്ലൗസൊക്കെ ആണെങ്കിൽ
ഞാൻ കുറച്ചൊരു ലെങ്ത്ത് പൊടിക്കൂടെ കൂട്ടാൻ പറയും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡബ്ല്യൂസ് ആണല്ലോ, എല്ലാ ബ്ലൗസും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക്, കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വന്നത് കൊണ്ട് മാത്രം ഇത് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരു നോർമൽ റെഡ് കളറാണല്ലോ. അപ്പോൾ ഈ റെഡ് കളറാണെങ്കിൽ നമ്മുടെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിനല്ലെങ്കിലും എന്തെങ്കിലും അടുത്ത കല്യാണം ഉണ്ടെങ്കിൽ ഇത് ഓർമ്മിച്ച് വെച്ചു. നമ്മുടെ ബ്ലൗസ് ഡിസൈൻ, ജനൽ, പണ്ട് നമ്മൾ പറയില്ലേ ജനലാണല്ലോ. യെസ്, ആ ബ്ലൗസാണ് സെക്കൻഡ് വൺ. ഇനി നമുക്ക് തേർഡ് വൺ കാണാം. ഇപ്പം നമ്മൾ 3/4 ഉണ്ട്. ഇനി നമുക്കൊരു സ്ലീവ്ലെസ് കാണാം. അതൊരു ബേസിക് ബ്ലാക്ക് കളറാണ്. നമുക്ക് മസ്റ്റ് ഹാവ് ബ്ലൗസസിലുള്ള ഒരു കളറാണ് ബ്ലാക്ക്. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കളറും കൂടെ നമുക്ക്, എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂ ആണുള്ളത്. അത് നമുക്ക് മിക്കപ്പോഴും ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെയും ഏത് സാരിയുടെ കൂടെയും മാച്ച് ആയി പോയിക്കോളും. നമുക്കിപ്പോൾ ബ്ലൗസ് ഇല്ല എന്ന് ഓർത്താലും നമുക്ക് ആ ഒരു ബ്ലാക്ക് ബ്ലൗസ്, ഒരു ബ്ലൂ ബ്ലൗസ്, അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഏത് സാരിയുടെ കൂടെയും മാച്ച് ആയി പോകും. ഇത് ആക്ച്വലി റെഡിമെയ്ഡാണ്, ഞാൻ തയ്പ്പിച്ചതല്ല. ഇതിൻ്റെ കഴുത്തൊരു ഡീപ്പ് യു കഴുത്താണ്. പ്രിൻസസ് കട്ടിൽ പാഡഡ് ആണ് വരുന്നത്. ആൻഡ് ബാക്ക് അത്യാവശ്യം നല്ല ഇറക്കത്തിലുള്ളതാണ്. ബാക്കിലൊരു സ്ക്വയറാണ്, കുറച്ച് ബട്ടൺസും, 4 ബട്ടണേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തോ ഒരു ഇറക്കമുണ്ടെന്ന്. അത്യാവശ്യം ഇറക്കമുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ എപ്പോഴും ഈ ബ്ലൗസിൻ്റെ ബാക്ക് ഭയങ്കര ഇറക്കമായിരിക്കും. ഞാൻ ഇതിന് മുന്നേ വാങ്ങിയ 2 റെഡിമെയ്ഡിന് അങ്ങനെ തന്നെയായിരുന്നു. ഇതിന് പിന്നെ ഒരു ചെണ്ടും വരുന്നുണ്ട്. ആൻഡ് ഒരു കെട്ടും വരുന്നുണ്ട്. കെട്ടിൻ്റെ ചെണ്ട് ഇതുപോലെ ഈ ബ്ലാക്ക് തുണിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ സ്ലീവ്ലെസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. സ്ലീവ്ലെസ്സിൻ്റെ കയ്യിലും ഇതുപോലെ കഴുത്തിലും നമുക്കൊരു പൈപ്പിംഗ് വരുന്നുണ്ട്. ഈ പ്രിൻസസ് കട്ടിൻ്റെ അവിടെ വരുന്ന പോലെ തന്നെ സെയിം പൈപ്പിംഗ് വരുന്നുണ്ട്. പക്ഷേ സെയിം കളർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ മീഷോന്ന് വാങ്ങിയതാണ്. നമുക്ക് കൈയും അവൈലബിൾ ആട്ടോ. യെസ്, കൈ വെക്കേണ്ടവർക്ക് കൈ വെക്കാം, പക്ഷേ വേണ്ട, കൈ വെക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ വെക്കാഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സൈഡ് കാണിക്കാം കേട്ടോ, ഞാനത് സ്റ്റൈൽ ചെയ്തതിൻ്റെ. അപ്പോൾ ഇത് കഴുത്ത് ഇച്ചിരി പുറകിൽ ഇറക്കാണ്. കുറേ ഇറക്കം ഇടാൻ ഇഷ്ടമില്ലാത്തവരും ഡിസ്കംഫേർട്ട് ഉള്ളവരും ട്രൈ ചെയ്യേണ്ട, കാരണം നമുക്ക് ഭയങ്കര പാടാണ്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതാണ് തേർഡ് വൺ. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് വൺ ആണ്, ദിസ് ഈസ് ഒരു ഗോൾഡൻ കളർ ബ്ലൗസ്. ഈ ഗോൾഡൻ കളർ ബ്ലൗസ് ഇതുപോലെ തന്നെ ഒരു ആലില ഷേപ്പിലാണ് ഇതിൻ്റെ കഴുത്ത് വരുന്നത്. അഗെയിൻ പ്രിൻസസ് കട്ട് തന്നെയാണ്. എപ്പോഴും പ്രിൻസസ് കട്ടിൽ ബ്ലൗസ് തയ്പ്പിക്കാൻ നോക്കുക കേട്ടോ, അപ്പോൾ ആ ഫിനിഷിങ്ങിൽ നിന്നോളും. പിന്നെ ഇതിൻ്റെ കൈ ഞാൻ ചെറിയൊരു പഫേ കൊടുത്തില്ല, കാരണം അത്യാവശ്യം എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് നല്ല പഫ് കൊടുക്കുമ്പം എനിക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞി പഫ്, എനിക്കൊന്നൊരു 1 2 3 4 4 സ്റ്റിച്ചസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കുഞ്ഞി പഫ് 3/4 കൈയാണ്. ബാക്ക് നോർമൽ ബാക്ക്, അത്യാവശ്യം ഇറക്കമുണ്ട് ആൻഡ് ഒരു കെട്ടുണ്ട് ആൻഡ് ബട്ടൺസാണ് വരുന്നത് കേട്ടോ. ഇതും ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ സാരി ഞാനിവിടെ കാണിക്കാം സ്റ്റൈൽ ചെയ്തത്. ഈ സാരി ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഭയങ്കര ചൂടാട്ടോ, മെറ്റീരിയലൊന്നും ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇച്ചിരി ചൂടുണ്ട്, അതർവൈസ് പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ബേസിക് കളർ എന്ന് വെച്ചാൽ സെറ്റ് സാരി, ഇപ്പോൾ ഈ ഗോൾഡൻ അല്ലെങ്കിലും നമ്മുടെ സെറ്റിൻ്റെ കളറ് ബ്ലൗസ് ഏകദേശം ഉള്ളത് നല്ലതായിരിക്കും. അത് ഞാൻ ഇപ്പോൾ വീഡിയോയിലേക്ക് വേണ്ടി ചെയ്തിട്ടില്ല, കാരണം അത് ഭയങ്കര കോമൺ ആണ്. വേണമെങ്കിൽ അവിടെ കാണിക്കാം. ഇതുപോലത്തെ ബ്ലൗസ് കേട്ടോ. ഈ ഒരു ബ്ലൗസും നമുക്ക് ഇതുപോലത്തെ സെറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിലും നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്ത് പോകാം. പണ്ടൊക്കെ അത് അമ്മമാരായിരുന്നു ഇവിടെ, ഇപ്പം നമ്മളും ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് 1 2 3 4 ഫോർത്ത് വൺ, ഒരു ഗോൾഡൻ കളർ സിമ്പിൾ ബ്ലൗസ്. നെക്സ്റ്റ് ബ്ലൗസ് എനിക്ക് ഒരുപാട് എൻക്വയറീസും എവിടുന്നാണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും ഒക്കെ ഉള്ള, ഒരുപാട് എവിടുന്ന വാങ്ങിയതെന്നൊക്കെയുള്ള ഒരുപാട് എൻക്വയറി വന്നൊരു ബ്ലൗസാണ് ഇത്. എനിക്ക് തന്നെ എൻ്റെ ഞാൻ ആക്ച്വലി കല്യാണത്തിന് ഞാൻ ടെമ്പിൾ ഷൂട്ടിന് ഇട്ട ബ്ലൗസാണ്. ആക്ച്വലി ഞാൻ കല്യാണ ബ്ലൗസിനേക്കാൾ കൂടുതൽ എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നതും എൻക്വയറീസ് വന്നതും ഈവൻ
ആ പണ്ട് കല്യാണ വീഡിയോസൊന്നും കാണാത്ത ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇത് സ്റ്റൈൽ ചെയ്തിട്ടപ്പോഴും ഇതെവിടുന്ന എങ്ങനെയാ ഓൺലൈനാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് തന്നെയായിരുന്നു ഇത്. യെസ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ട്രെൻഡിങ് അത് ഈ ജനലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വലി ഇത് ബ്ലൗസ് അല്ല, ഇത് സ്കേർട്ടും ടോപ്പിൻ്റെയും ടോപ്പാണ്. പക്ഷെ നമുക്കിത് ബ്ലൗസായിട്ടും ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ബ്ലൗസായിട്ടും ചെയ്യാം. അപ്പം ഞാനിത് ബ്ലൗസായിട്ട് ചെയ്തിട്ടുണ്ട്, ധാവണിക്ക് ബ്ലൗസായിട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാമല്ലോ. അപ്പം ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് പഫ് തന്നെയാണ്. കൈ വരുന്നത് പഫാണ്, അത്യാവശ്യം പഫിൽ തന്നെയാണ് ചെയ്തേക്കണത്. ആൻഡ് ഈ തുണിയുടെ തന്നെ കസവാട്ടത്, സെപ്പറേറ്റ് കസവൊന്നുമല്ല. പക്ഷേ ഞാനൊരു എക്സ്ട്രാ ലേസ് വാങ്ങിയിട്ട്, ഒരു ഗോൾഡൻ കളർ ലേസ് വാങ്ങിയിട്ട് ഈ കസവിനെ രണ്ടിനൊന്ന് ഡിവൈഡ് ചെയ്തു. അറ്റത്തും കൊടുത്തു, കസവിൻ്റെ അറ്റത്തും കൊടുത്തു. ആ സെയിം എന്താ പറയുക ലേസാണ് ഈ പുറകിൽ വെച്ചേക്കണേ ഈ ചതുരത്തിലും കൊടുത്തേക്കണത്. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലെ ബട്ടൺസ് വെച്ചിട്ട് ഒരു ഗ്യാപ്പ്, ഒരു സ്ക്വയർ അല്ലേ, ഒരു സ്ക്വയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സ്ക്വയർ ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ബട്ടൺസ് കൊടുത്തു. ആ സ്ക്വയർ ഗ്യാപ്പിൽ ഞാൻ ഒരു ലേസും വെച്ചു, പ്ലസ് കുറച്ച് ചെണ്ട് വാങ്ങിയിട്ട്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് വൈറ്റ് തന്നെയായിട്ടായിരിക്കും കാണുന്നത്, അന്ന് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരുപാട് തപ്പി ഈ കളർ ചെണ്ടിന്, പക്ഷേ എനിക്ക് ഒരു ഗോൾഡൻ ടച്ചുള്ള ചെണ്ട് കിട്ടിയില്ല. അവസാനം കിട്ടിയത് കൊണ്ട് തൃപ്തി അടഞ്ഞു. വൈറ്റ് വെച്ചിട്ടാണ് ചെണ്ട് കൊടുത്ത്. എനിക്ക് തോന്നുന്നു ഈ വൈറ്റിന് പകരം നിങ്ങളിങ്ങനൊരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഗോൾഡൻ തന്നെ കൊടുക്കുവാണെങ്കിൽ, ഗോൾഡൻ ഇൻ ദ സെൻസ് ഈ നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ കളറ് കിട്ടുമല്ലോ, അത് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പം ആ ചെണ്ട് വെച്ചിട്ട് ചെണ്ട് ഓരോ ചെണ്ട് ഇവിടെ തുന്നി വെച്ചേക്കുക കേട്ടോ. അങ്ങനെ അതാണ് അപ്പം ഈ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബ്ലൗസ് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും, സ്കേർട്ടും ടോപ്പിൻ്റെ കൂടെ ആണെങ്കിലും സാരിയുടെ കൂടെ ആണെങ്കിലും. ഫ്രണ്ട് സാധാ ഒരു കുറച്ച് ഹൈ നെക്കായിട്ടുള്ള വി ആട്ടോ, ഹൈ വി ആണ്, വി തന്നെയാണ്, പക്ഷെ കുറച്ചൊരു ബ്രോഡായിട്ടുള്ള വി നെക്കാണ് അന്ന് ഞാൻ സജസ്റ്റ് ചെയ്തത്. കാരണം അന്ന് ഞാൻ ഇച്ചിരി വണ്ണം കുറവായതുകൊണ്ട് തന്നെ ബ്രോഡ് നെക്ക് ഇച്ചിരി കൂടെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ വണ്ണം കൂടിയോണ്ട് ബ്രോഡ് നെക്ക് ഇടാറേ ഇല്ല. അപ്പോൾ ഇതാണ് അടുത്ത ബ്ലൗസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് വൺ, ഇത് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് തയ്പ്പിച്ചതാണ്. ആക്ച്വലി ഇത് ഞാൻ സാധാ പോലെ തയ്പ്പിക്കാൻ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ എൻ്റെ സാരിക്ക് കുറച്ചു സിൽവർ കളർ കൂടുതൽ. അപ്പം കയ്യിലാണെങ്കിൽ നമ്മൾ നേരത്തെ ബ്ലൗസ് കാണിച്ച പോലെ ഏകദേശം ഇത്രയും വലുപ്പത്തിലോളം കയ്യിലും ബ്ലൗസിൻ്റെ ഈ കസവ് വരും, ഇത്രയും. അപ്പോൾ ഓൾറെഡി സാരിക്കും സിൽവർ കൂടുതലാണ്, പിന്നെ കയ്യിലും നമ്മൾ അത്രയും കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മളൊരു സിൽവറിഷ് ആയിട്ട് നിൽക്കും. അപ്പം ആ ഇത്രയും പോർഷൻ കളയണ്ടല്ലോ എന്നും കൂടെ ഓർത്തപ്പോൾ എനിക്ക് വന്നൊരു ഐഡിയ ആണ്, അത് നമുക്കിങ്ങനെ ബാക്കിൽ ചെയ്യാമല്ലോ. അങ്ങനെ ഇത് ബാക്കിൽ ഇങ്ങനെ ചെയ്തതാണ്. ഇത് ആ ഒരു നിങ്ങൾക്കിങ്ങനെ കസവ്, അത്രയും കസവ് കയ്യിൽ വേണ്ട, കയ്യിൽ കുഞ്ഞ് കസവ് മതി, പക്ഷെ കസവ് ഒരുപാട് ബാക്കിയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്യായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് സെയിം തുണി വെക്കുന്നതിന് വെച്ചിട്ട് ആ കസവ് വെച്ചിട്ട് ബട്ടൺസ് കൊടുത്തു. പിന്നെ ഒരു വി ആണ്, വി കഴിഞ്ഞിട്ട് ബട്ടൺസ്, വി ഗ്യാപ്പ് ആട്ടോ. ഫ്രണ്ടിലും ഇച്ചിരി ഹൈ വി ആട്ടോ, ബ്രോഡ് വി അല്ല. എന്ന് വെച്ചാൽ ഹൈ വീനൊക്കെ കുറച്ചും കൂടെ കയറിയതാ, ഇങ്ങനെ ഇരിക്കണ വീനൊക്കെ കേട്ടോ. എനിക്ക് ഒന്നും ഇത് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ബ്ലൗസ് ആയിരിക്കും കുറച്ചുകൂടെ പറ്റുള്ളൂ. ഗ്യാപ്പ് വരുമ്പം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇങ്ങനെ വിടുത്ത് പോകുമ്പം അത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കയറിയ വി ആണ് വരുന്നത്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ. അപ്പോൾ വീണ്ടും പ്രിൻസസ് കട്ട് തന്നെയാണ്. 3/4 കൈ, ഒരു മുന്തിരി കളറല്ലേ, ഇതൊരു സിൽവർ സെറ്റ് സാരിയൊക്കെ ചേർന്ന് പോകും. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എവിടെ നിന്നൊക്കെയാണ് ബ്ലൗസ് തയ്ക്കാറ്, ഡ്രസ്സ് തയ്ക്കാറെന്നൊക്കെ. ഞാൻ SM സ്ട്രീറ്റിൽ നിന്നാണ് തയ്ക്കാറ്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ തയ്ക്കുന്ന ആൾക്കാരാണ് ഞാൻ. നമ്മൾ എന്ത് ഡിസൈൻ കാണിച്ചു കൊടുത്താലും അതുപോലെ തന്നെ തയ്ച്ചു തരും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ബ്ലൗസ് ഇനിയും ഉണ്ട്, വേറെ വെറൈറ്റി ബ്ലൗസുകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ കാണിച്ച് നമ്മളിപ്പോൾ ഓണം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് സാരിക്ക് ഇടാൻ പറ്റിയ കുറച്ച് ബ്ലൗസുകളാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക്
ഇനിയിപ്പോൾ ഓണത്തിനും അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേറ്റീവ് മീൻസ് ആരുടെയും കല്യാണത്തിന് ഒക്കെ നിങ്ങൾക്ക് ബ്ലൗസിന് തയ്പ്പിക്കാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ബ്ലൗസസിൻ്റെ ഡിസൈൻസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, വേഗം തയ്യൽ ചേട്ടൻ്റെ അടുത്തേക്ക് ഓടിക്കോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ഹേ ഇറ്റ്സ് സബിത സംഗീത്. ബൈ.